കണക്ട് ടു വർക്ക് പദ്ധതി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാസം 1000 രൂപ വീതം. എന്താണ് കണക്ട് ടു വർക്ക് പദ്ധതി? സംസ്ഥാനത്തെ യുവതി യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും, അതായത് എന്തെങ്കിലും സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സിനൊക്കെ, കമ്പ്യൂട്ടർ കോഴ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകൾ പഠിക്കുന്നവർക്കും, അതുപോലെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ വീതം സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ പദ്ധതിയാണ് കണക്ട് ടു വർക്ക്. യോഗ്യതാ നിബന്ധനകൾ: വയസ്സ് 18 മുതൽ 30 വയസ്സ് വരെ. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. +2 അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇവ ഏതെങ്കിലും വിജയിച്ചതിന് ശേഷം നൈപുണ്യ വികസന പരിശീലനത്തിൽ അഥവാ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സിൽ പങ്കെടുക്കുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ UPSC, PSC, SSC, കര, നാവിക, വ്യോമസേന, ബാങ്ക്, റെയിൽവേ അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ തുടങ്ങിയവ നടത്തുന്ന മത്സര പരീക്ഷകൾക്കായി അപേക്ഷ സമർപ്പിച്ച് മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ അപേക്ഷയാണ്. ആവശ്യമായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അഡ്രസ് പ്രൂഫ് വേണം. അത് വോട്ടർ ID കാർഡോ സ്കൂൾ സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ ആധാറോ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അടുത്തത് ജനനത്തീയതി തെളിയിക്കുന്ന രേഖയാണ്. അത് സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. പിന്നെയുള്ളത് വരുമാന സർട്ടിഫിക്കറ്റാണ്. വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയുള്ളതും അതുപോലെ വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്തതുമായ 1 വർഷത്തിനുള്ളിലുള്ള വരുമാന സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. പിന്നെ വേണ്ടത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റാണ്. അതായത് എന്താണ് പഠിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതായത് SSLC, +2, അതുപോലെ ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ITI അങ്ങനെ എന്തൊക്കെയാണോ പഠിച്ചിരിക്കുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ. പിന്നെയുള്ളത് ഒരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്ലിപ്പാണ്. ഇത് ഉദ്ദേശിക്കുന്നത് PSC അല്ലെങ്കിൽ UPSC, SSC അങ്ങനെ എന്തെങ്കിലും മത്സര പരീക്ഷകൾക്കായി അപേക്ഷ സമർപ്പിച്ച് ഇരിക്കുന്നവരാണെങ്കിൽ, അതായത് വേറെ കോഴ്സിനൊന്നും പോകുന്നില്ല, ഈ മത്സര പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്ലിപ്പോ ഉപയോഗിക്കാം. പിന്നെയുള്ളത് സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ഈ അക്നോളജ്മെൻറ്റ് സ്ലിപ്പോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്ലിപ്പോ വെക്കുന്നവരാണെങ്കിൽ ഒരു സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് കൂടി ഇതിൻ്റെ കൂടെ വെക്കേണ്ടതാണ്. അത് സൈറ്റിലുണ്ട്, അതിൻ്റെ മാതൃകയൊക്കെ ഉണ്ട്. പിന്നെയുള്ളത് ഓതൻറ്റിക്കേഷൻ ലെറ്ററാണ്. അത് എന്തെങ്കിലും സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സോ അല്ലെങ്കിൽ സ്കിൽ ട്രെയിനിങ് കോഴ്സോ അങ്ങനെ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് എടുക്കേണ്ട ലെറ്ററാണ്. അപ്പോൾ ഈ ലെറ്ററിൻ്റെ ഫോർമാറ്റൊക്കെ ഓൺലൈനായിട്ട് കിടപ്പുണ്ട്. അത് കൊണ്ടുപോയിട്ട് സൈൻ ചെയ്യിച്ച് കൊണ്ടുവന്നാൽ മതി. പിന്നെയുള്ളത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് മതി. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ സൈൻ, പിന്നെ എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ. ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷ വയ്ക്കാൻ ആവശ്യമുള്ളത്. ഒരു വ്യക്തിക്ക് ഒരു തവണ പരമാവധി 12 മാസത്തേക്ക് മാത്രമാണ് ഈ സാമ്പത്തിക സഹായം ലഭിക്കുകയുള്ളൂ. അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാ ക്രമത്തിലാണ് സാമ്പത്തിക സഹായം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. താങ്ക്